സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്കിന് ശേഷമായിരുന്നു എല്ലാ ഹൗസ്മേറ്റ്സും ആര്യന് നേരെ തിരിഞ്ഞത്. ഇന്ന് പ്രമോയിൽ കണ്ടതുപോലെ ബിഗ് ബോസ് പലയിടങ്ങളിലായി സ്ക്രാച്ച് കാർഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോ മത്സരാർത്ഥികൾ കണ്ടുപിടിച്ച് ബസറിന് ശേഷം ലിവിംഗ് റൂമിൽ വന്ന് അത് ഷോ ചെയ്യുവാൻ പറഞ്ഞു. ആ കാർഡുകളിൽ ചിലതിൽ പോയിന്റ്സും ചിലതിൽ പണികളും ഉണ്ടായിരുന്നു. എല്ലാവരോടും അവർക്ക് കിട്ടിയ സ്ക്രാച്ച് കാർഡിന്റെ എണ്ണവും അത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ്സും ബിഗ് ബോസ് പറയുവാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായി പറയുവാൻ തുടങ്ങി. അവസാനം ആര്യന്റെ ഘട്ടം എത്തിയപ്പോൾ ആര്യന്റെ പോയിന്റ്സ് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചുനേരം ബിഗ് ബോസ് ശാന്തമായതിനു ശേഷം ബിഗ് ബോസ് ചോദിച്ചു, ആരാണ് കിട്ടിയ കാർഡുകൾ ഒളിപ്പിച്ചിട്ടുള്ളത് എന്ന്. കള്ളക്കളി എന്നോട് വേണ്ട എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ആര്യൻ പറഞ്ഞു, ഞാനാണ് ആ 4 കാർഡുകൾ ഒളിപ്പിച്ചത്. അത് യെല്ലോ കാർഡ് ആയതുകൊണ്ട് തന്നെ പണിയായിരിക്കുമെന്ന് കരുതി ഞാൻ ആദ്യം ഒളിപ്പിച്ചു വെച്ചതാണെന്ന് ആര്യൻ തുറന്നു പറഞ്ഞു. എന്നാൽ ഇത് കേട്ടതോടുകൂടി അനീഷ് സീറ്റിൽ നിന്ന് എണീറ്റ് ആര്യന് നേരെ ഷൗട്ട് ചെയ്യുകയായിരുന്നു, നീ കള്ളക്കളി കളിച്ചുകൊണ്ടാണ് ഇതുവരെ ഇവിടെ എത്തിയത്. ബിഗ് ബോസിനോട് ആര്യന്റെ ഈ കിട്ടിയ പോയിന്റ്സ് മുഴുവൻ റദ്ദാക്കണമെന്നാണ് അനീഷ് ആവശ്യപ്പെട്ടത്. ഞങ്ങളെല്ലാവരും എത്ര അധ്വാനിച്ചിട്ടാണ് മറ്റു പോയിന്റ്സ് എല്ലാം നേടുന്നത്. ഇവൻ ഇതുപോലെ ഓരോ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടാണ് വിജയിക്കുന്നത്. എനിക്ക് ഇന്ന് 2 കോയിൻസ് കിട്ടിയിട്ടുള്ളൂ, അതിൽ ഞാൻ തൃപ്തനാണ്. എന്നാൽ ആര്യൻ ഇത് മുൻകൂട്ടി സ്ക്രാച്ച് എല്ലാം ചെയ്ത് പണികളാണെന്ന് അറിഞ്ഞതിന് ശേഷം അത് മാറ്റിവെക്കുകയായിരുന്നു. ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞതായിരുന്നു, ബിഗ് ബോസ് പറയുന്ന സമയമല്ലാതെ ആരും സ്ക്രാച്ച് ചെയ്യാൻ പാടില്ല എന്ന്. എന്നിട്ടും ആര്യൻ അത് സ്ക്രാച്ച് ചെയ്തു. അവൻ ഒട്ടും സത്യസന്ധത കാണിക്കാത്ത ഒരു വ്യക്തിയാണ്, കള്ളങ്ങളുടെ രാജാവാണ് ആര്യൻ എന്നൊക്കെയായിരുന്നു അനീഷ് പറഞ്ഞത്. അനീഷ് ഇറങ്ങിയതോടെ മറ്റുള്ള ഹൗസ്മേറ്റ്സും തിരിയുവാൻ തുടങ്ങി. എന്നാൽ നെവിനും അക്ബറും മാത്രം പ്രത്യേകിച്ചൊന്നും സംസാരിക്കുവാൻ നിന്നില്ല. ക്യാപ്റ്റനായ സാബുമാനും പറഞ്ഞു, ബിഗ് ബോസ് ഇതിലൊരു തീരുമാനമെടുക്കണം. എന്തെങ്കിലും ഒരു ആക്ഷൻ ആര്യനെതിരെ ഉണ്ടാകണം. കാരണം ഞങ്ങളും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പോയിന്റ്സുകൾ നേടുന്നത്. എന്നാൽ ആര്യൻ ഇത് കണ്ടില്ലേ, പണിയാണെന്ന് കണ്ടപ്പോൾ അത് മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചു. നാളെ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള കാർഡുകൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങളും ഒളിപ്പിച്ചു വെച്ചു കഴിഞ്ഞാൽ അത് ഫെയർ ആകുമോ? അപ്പോൾ ഇതിന് തക്കതായ നടപടിയെടുക്കണം. എനിക്ക് ഒരു പവർ തരികയാണെങ്കിൽ ഞാൻ ആര്യന്റെ മുഴുവൻ പോയിന്റും റദ്ദാക്കുമെന്നായിരുന്നു സാബുമാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അനീഷ് ഒരുപാട് നേരമായിരുന്നു ആര്യന് നേരെ തിരിഞ്ഞത്. ആര്യന്റെ ചെവിയെല്ലാം പൊട്ടുന്ന രീതിയിലായിരുന്നു ആര്യനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഹൗസ്മേറ്റ്സ് എല്ലാവരും ആര്യന് നേരെ തിരിഞ്ഞപ്പോൾ ആര്യൻ പറഞ്ഞു, ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് എനിക്ക് കിട്ടിയത് ആ ഡസ്റ്റ്ബിന്നിന്റെ ഭാഗത്ത് നിന്നായിരുന്നു. അത് കിട്ടിയ പാടെ തന്നെ ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടു. പിന്നെ അതിലേക്ക് കിട്ടിയത് ഒരു പണിയുടെ കാർഡായതുകൊണ്ട് തന്നെ ആ കളർ വെച്ച് ഞാൻ വിചാരിച്ചു ഇതും പണിയായിരിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഹൈഡ് ചെയ്തത് എന്നായിരുന്നു ആര്യൻ പറഞ്ഞത്. എന്നാൽ അത് ആരും വിശ്വസിക്കാൻ നിന്നില്ല. എല്ലാവരും പറഞ്ഞു, നീ അത് സ്ക്രാച്ച് ചെയ്തതിന് ശേഷം അത് പണിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നീ പോക്കറ്റിൽ സൂക്ഷിച്ചതാണ്. നീ ആരെയാണ് പറ്റിക്കുവാൻ നോക്കുന്നത്? അപ്പോൾ ആര്യൻ പറഞ്ഞു, ഞാൻ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഇവിടെ ബിഗ് ബോസ് അത് കാണുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ബിഗ് ബോസ് എന്നെ വിളിക്കുമെന്നുള്ളത്. ഞാൻ നുണയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കാർഡുകൾ ഹൈഡ് ചെയ്തു, അത് സത്യമാണ്. അത് ഞാൻ ബിഗ് ബോസ് ചോദിച്ച ഉടനെ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ. ഒരുപാട് നേരമായിരുന്നു ഹൗസ്മേറ്റ്സ് എല്ലാവരും ആര്യന്റെ പോയിന്റ്സുകൾ മുഴുവൻ റദ്ദാക്കണമെന്ന് പറഞ്ഞത്. കുറെ സമയത്തിന് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ഇവിടെ പണികളും പണിഷ്മെന്റും ഞാൻ നൽകിക്കോളുമെന്ന്. അതിന്റെ അർത്ഥം ഇവിടെ ആരും കേണ് അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരും ബിഗ് ബോസിന് ഓർഡർ നൽകേണ്ട ആവശ്യമില്ല. തക്കതായ സമയത്ത് ബിഗ് ബോസ് തന്നെ എല്ലാ പണികളും കറക്റ്റ് സമയത്ത് തന്നെ നൽകിക്കോളും. എന്തായാലും ഹൗസ്മേറ്റ്സ് എല്ലാവരും ഇപ്പോൾ ആര്യന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അക്ബർ പറഞ്ഞു, ഞാൻ നിന്നെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നില്ല. നീ കാണിച്ചത് തെറ്റ് തന്നെയാണ്. നിനക്ക് എല്ലാ കാർഡുകളും ഷോ ചെയ്തുകൂടായിരുന്നില്ലേ? നീ കള്ളത്തരം കാണിക്കേണ്ടില്ലായിരുന്നു എന്നൊക്കെയായിരുന്നു അക്ബറും പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.